നമസ്തേ. പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും ഞാൻ ശിവൻ. കീം 2023 മെയ് 17 നടന്ന കേരള എൻട്രൻസ് എക്സാമിൻ്റെ എഞ്ചിനീയറിങ്ങിൻ്റെയും ഫാർമസിയുടെയും സ്കോർ കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നു. എഞ്ചിനീയറിങ്ങിന് രാവിലെ നടന്ന പേപ്പർ 1-ൻ്റെയും ഉച്ചകഴിഞ്ഞ് നടന്ന പേപ്പർ 2-ൻ്റെയും കൂടെ മാർക്ക് ആഡ് ചെയ്ത് 960 മാർക്കാണ് ഇപ്പോൾ കേരള എൻട്രൻസ് കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്. ഫാർമസി പ്രവേശനത്തിന് വേണ്ടി അപേക്ഷിച്ച കുട്ടികളുടെ പേപ്പർ 1-ൻ്റെ സ്കോറുമാണ് ഇപ്പോൾ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്. ഇനി കേരള എഞ്ചിനീയറിങ്ങിന് വേണ്ടിയിട്ട് +2-ൻ്റെ മാർക്ക് കൂടി ആഡ് ചെയ്തുകൊണ്ടുള്ള കേരള എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് ജൂൺ 2-ാമത്തെ ആഴ്ചയോടെ പബ്ലിഷ് ചെയ്യും. അതിനുശേഷമായിരിക്കും അലോട്ട്മെൻറ്റ് നടപടികളിലേക്ക് കിടക്കുന്നത്. ഫാർമസി പ്രവേശനത്തിന് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്ന സ്കോർ അനുസരിച്ച് തന്നെയായിരിക്കും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം എഴുതിയവരുടെയും ഫാർമസി എക്സാം എഴുതിയവരുടെയും സ്കോർ അറിയുന്നതിനായി ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് പോർട്ടലിൽ എഞ്ചിനീയറിങ്ങിൻ്റെയും ഫാർമസിയുടെയും നിങ്ങൾ നേടിയിരിക്കുന്ന ഈ എൻട്രൻസ് എക്സാമിന് നിങ്ങൾക്ക് നേടിയിരിക്കുന്ന സ്കോർ അറിയാനായിട്ട് സാധിക്കും. ഈ കഴിഞ്ഞ 17-ാം തീയതി ആയിരുന്നു കേരളത്തിന് പുറത്ത് 3 സെൻറ്ററുകളിലുമായിട്ട് ഓഫ്ലൈൻ രീതിയിൽ എഞ്ചിനീയറിങ്ങിൻ്റെയും ഫാർമസിയുടെയും എക്സാം നടന്നത്. ക്വസ്റ്റ്യനുകളുടെ കാര്യത്തിൽ എൻട്രൻസ് കമ്മീഷൻ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം പേപ്പർ 1-ലും പേപ്പർ 2-ലും ആവശ്യമുള്ള കറക്ഷൻസ് വരുത്തിയിട്ടുണ്ട്. പേപ്പർ 1-ൽ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും പേപ്പർ 1-ൽ 3 ക്വസ്റ്റ്യനുകൾ ഡിലീറ്റ് ചെയ്യുകയും ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചേഞ്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൊത്തം 120 ചോദ്യത്തിൽ ഇനി 117 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അതിനനുസരിച്ചായിരിക്കും എഴുതിയതിനനുസരിച്ചുള്ള മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് 120 ചോദ്യം എന്നുള്ളത് ഇനി 120/117 കൊണ്ടായിരിക്കും മൾട്ടിപ്പിൾ ചെയ്യുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസറിനെ. പേപ്പർ 2-നും അതുപോലെ തന്നെ 3 ചോദ്യങ്ങളാണ് ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. അവിടെയും 117 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യനുകളുടെ മാർക്ക് നേരെ ബോണസ് മാർക്കായിട്ട് നൽകുകയല്ല ചെയ്യുന്നത്. അതിന് പകരം എത്രത്തോളം നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടുണ്ടോ അതിന് ആനുപാതികമായിട്ടായിരിക്കും മാർക്ക് കിട്ടുന്നതെന്ന് അർത്ഥം. ഫിസിക്സിന് ഒരു ക്വസ്റ്റ്യനാണ് ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് 72/71 എന്നതുകൊണ്ടായിരിക്കും മൾട്ടിപ്പിൾ ചെയ്യുന്നത്. എന്നാൽ കെമിസ്ട്രിക്ക് 2 ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 46 ക്വസ്റ്റ്യനുകൾക്ക് ആൻസർ എഴുതുന്നവർക്കായിരിക്കും ഫുൾ മാർക്ക് കിട്ടത്തക്ക രീതിയിൽ 48/46 കൊണ്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. എന്നാൽ മാത്തമാറ്റിക്സിൽ 3 ക്വസ്റ്റ്യനും ഡയറക്റ്റ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. 120/117 കൊണ്ടായിരിക്കും മൾട്ടിപ്പിൾ ചെയ്യുന്നത്. കേരള എഞ്ചിനീയറിങ്ങിൻ്റെയും ഫാർമസിയുടെയും എക്സാം എഴുതിയ കുട്ടികളുടെ മുഴുവൻ OMR ഷീറ്റുകളും OMR റീഡർ ഉപയോഗിച്ചാണ് സ്കാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അത് ഇറർലെസ് ആണ്. അത് വീണ്ടും റീവാലുവേഷൻ കൊടുക്കാനായിട്ടുള്ള പ്രൊസീജിയർ ഒരിക്കലും അനുവദിക്കാറില്ല. കീയിൽ ആവശ്യം വേണ്ട കറക്ഷൻസ് വരുത്തിയിട്ടുണ്ട്. അതനുസരിച്ചായിരിക്കും നമ്മളുടെ സ്കോർ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. കേരള എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഈ ജൂൺ 5-ാം തീയതി വരെ എല്ലാ കുട്ടികൾക്കും +2 മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അതിനുശേഷം കേരള എഞ്ചിനീയറിംഗിൻ്റെ റാങ്ക് ലിസ്റ്റ് ചെയ്യാനായിട്ട് +2 മാർക്കിനും കേരള എൻട്രൻസിൻ്റെ റാങ്കിനും കൂടെ തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് 600-ലായിരിക്കും കേരള എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് ജൂൺ 2-ാമത്തെ ആഴ്ച കേരള എൻട്രൻസ് കമ്മീഷൻ പബ്ലിഷ് ചെയ്യുന്നത്. എന്നാൽ B.Pharm-ന് വേണ്ടിയിട്ട് ഫാർമസിക്ക് വേണ്ടിയിട്ട് അപേക്ഷിച്ച കുട്ടികൾക്ക് പേപ്പർ 1-ന് ഫിസിക്സിനും കെമിസ്ട്രിക്കും തുല്യ വെയിറ്റേജ് കൊടുത്തുള്ള സ്കോറാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഈ സ്കോറിനനുസരിച്ച് തന്നെയായിരിക്കും ഫാർമസിയുടെ റാങ്ക് ലിസ്റ്റ് ജൂൺ 2-ാമത്തെ ആഴ്ച പബ്ലിഷ് ചെയ്യുന്നത്. മെയ് 17-ാം തീയതി കേരള എൻട്രൻസ് കമ്മീഷൻ നടത്തിയ കേരള എഞ്ചിനീയറിങ്ങിൻ്റെയും ഫാർമസിയുടെയും സ്കോർ അറിയുന്നതിനായി ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കാൻഡിഡേറ്റ് പോർട്ടൽ വഴി നിങ്ങളുടെ സ്കോർ അറിയാനായിട്ട് സാധിക്കും. എന്നാൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ജൂൺ 2-ാമത്തെ ആഴ്ചയായിരിക്കും കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റ് വഴി. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.